ഞാൻ ഇപ്പോഴും ബന്ധപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഓതിപ്പടിക്കണ കാലത്ത് കാലിന് മന്ത് വന്നതാണ്. ആ മന്തും കൊണ്ട് മൂപ്പര് കുടുങ്ങിയതാണ്. ആ മന്ത് അദ്ദേഹത്തിന് വന്നപ്പോൾ കോഴിക്കോട്ടെ വിദഗ്ധൻ മന്തുരോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാവരും സമീപിക്കുന്നയാളെ ഈ മുതഅല്ലിമും പോയി ചെന്നു കണ്ടു. ഓതിപ്പടിക്കുന്നത് നൈനാം വളപ്പിലാണ്. CM വലിയുല്ലാഹി ജീവിച്ച മുദാക്കരയുടെ അല്ല മുഖദാറിന്റെ ഇടിയങ്ങരയുടെ വിളിച്ചാൽ കേൾക്കുന്ന അത്രയും ദൂരെ മാത്രം അവിടെ ഒരു പള്ളി. വളരെ പഴയ ഖബറുകളൊക്കെ ഉണ്ടേക്കും. അതുകൊണ്ടോ മറ്റോ അവിടെ ചില ആളുകൾക്ക് മന്തുരോഗവും ഒക്കെ. മന്തു പിടിച്ചാൽ എന്താകും? കയ്യും കാലും പന്താകുന്ന ആരോ പാടിയിട്ടുണ്ട്. അങ്ങനെ കാലിനൊക്കെ ഒരുപാട് കനത്തിൽ. അറബിയിൽ ഈ സൂക്കേടിന് ഫീലത്ത് എന്നാ പറയാ. ഫീൽ ആനയെപ്പോലെ തന്നെ ഫീൽ ചെയ്യും കാലിന്. അൽ മുവഫഖ് ബില്ലാഹ് എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു അബ്ബാസികളെ കൂട്ടത്തിൽ. അയാൾ പറയും, എൻ്റെ പേര് മുവഫഖ് എന്നാണ്, എൻ്റെ തൗഫീഖ് നിങ്ങൾ കണ്ടില്ലേ കാലും മല. എൻ്റെ ഊട്ടുപുര 10,000 ആള് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും ഭക്ഷണം കഴിക്കണ ഊട്ടുപുരയ ആണ് അപ്പുറത്ത്. ആ ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കണ ഒരാളും എന്നേക്കാൾ കഷ്ടത്തിലല്ല, അവരെക്കാൾ കഷ്ടത്തിലാണ് ഞാൻ. അതാണ് എൻ്റെ ഈ പെരുങ്കാല് എന്ന് പറയുന്ന രാജാവിന്റെ പേര് മുവഫഖ്. വല്ലാത്തൊരു തൗഫീഖ് തന്നെ. ഇതുപോലെ കോഴിക്കോട്ടെ ഈ മുതഅല്ലിം, അദ്ദേഹം കണിഞ്ഞു, കാലിന് മന്താണ്. എന്ത് ചെയ്യും? കോഴിക്കോട്ട് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞു, ഇത് രോഗം കുറച്ച് ഭീകരമാണ്, ഇത് കൂടിയ ഇനമാണ്, നിങ്ങൾ ചികിത്സിക്കാൻ വൈകിപ്പോയതാണ്. ഞാൻ ചികിത്സിക്കുമായിരുന്നു, പക്ഷേ അടുത്ത ആഴ്ച ഞാൻ റിട്ടയറായി നാട്ടിലേക്ക് പോവാൻ. കോട്ടയത്തുകാരൻ അച്ചായനാണ്. എന്ത് ചെയ്യും? ഒരു പോംവഴിയില്ല. അന്ന് ദർസിലേക്ക് ഓടിച്ചെന്ന് ദർസിലെ ബാഖവി ഉസ്താദിനോട് സങ്കടം പറഞ്ഞു. മഹാനായ ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ ശരീക്കാണ്, വെല്ലൂരിൽ ബാഖവിയാണ് ദർസിലെ ഉസ്താദ് പറഞ്ഞു, ഞമ്മളടുത്തുണ്ടോ അതിന് വൈദ്യന്മാരും ചികിത്സക്കാരും? CM വലിയുള്ളാഹി വാതിലടച്ചു കഴിയുന്ന കാലം, ആർക്കു വേണ്ടിയും തുറക്കാതെ പോയ കാലം. മഹാനായ ശൈഖുന തരുവണ ഉസ്താദ് കാണാൻ കഴിയാതെ നിരാശനായി തിരിച്ചുപോയ സമയം, മഹാനായ തരുവണ ഉസ്താദ് റോഡുമ്മലെത്തി. വല്ലാതെ വേർത്തു ക്ഷീണിച്ചു. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. കണ്ട ഒരു കാറിന് കൈ കാണിച്ചു. ആ കാറ് കേറി എന്ന് പറഞ്ഞ് കേറിയിരുന്നു. ആരാണ് ബാക്കിൽ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ. 2 ടീമാണെങ്കിലും അവർ രണ്ടും സമപ്രായക്കാരാണ്, പരസ്പരം വലിയ ബഹുമാനമാണ്. അബ്ദുള്ള മുസ്ലിയാരെ, നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ശൈഖുനാനെ കാണാൻ കഴിയാതെ തിരിച്ചു പോവാൻ. അബ്ദുള്ള മുസ്ലിയാർ ചോദിച്ചു, തരുവണ ഉസ്താദ് ശംസുൽ ഉലമ ഉസ്താദ് അവർകളോട്, നിങ്ങൾ ഇവിടുന്ന് എന്താണ് ഈ വഴിക്ക്? പറഞ്ഞു, ഞാനും തിരിച്ചു പോവാൻ, കാണാൻ പറ്റാതെ. പിന്നെ ശംസുൽ ഉലമ പറഞ്ഞു, ഇവരെ പോലുള്ള ആളുകൾ നമ്മളെപ്പോലുള്ളവരോട് ഇങ്ങനെ വാതിലടച്ചിരുന്നാൽ നമ്മൾ പിന്നെന്തു ചെയ്യും? ശംസുൽ ഉലമാന്റെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണുനീര് ചാടുന്നു. ആ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തരുവണ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരാണ് ആ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ശംസുൽ ഉലമാന്റെ വലുപ്പം ആർക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. അവർക്കും പ്രശ്നങ്ങളുണ്ട്. ചെറിയ ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും, വലിയ ആളുകൾക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ആളുകളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് അതിനുവേണ്ടി വെച്ചതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അതിനുവേണ്ടി പഠിച്ചതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ എൻ്റെ വരികൾ അവസാനിപ്പിക്കുന്നു. ആ മഹാന്മാരൊക്കെ തിരിച്ചുപോയ ഒരു കാലത്ത് ഈ മുതഅല്ലിമിന്റെ മന്ത് ബാഖവിയാണ് ഉസ്താദ്. അതുകൊണ്ട് പറഞ്ഞു, ഇതിനൊക്കെ നമ്മളെടുത്ത് ചികിത്സ ഉണ്ടോ, നമുക്ക് പോകാം. അങ്ങനെ നൈനാം വളപ്പിൽ നിന്ന് നടന്ന് ഇടിയങ്ങരയിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ മുന്നിൽ തുറക്കപ്പെടാത്ത വാതിൽ തുറന്നു. അകത്തു ചെന്നു കാര്യം പറഞ്ഞു. ശൈഖുന ഈ കാലിലേക്കൊന്ന് നോക്കിയോ? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് സാരമില്ലല്ലോ.
ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഈ മുത്തഅല്ലിമിന് 3 ദിവസം ഒരു അവധി കൊടുക്കി, അയാളൊന്ന് നാട്ടിൽ പോയി വന്നോട്ടെ, അവിടെ ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് മാറിക്കോളും. ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? സന്തോഷം കൊണ്ട് അതുകൊണ്ട് തിരിച്ചു പോന്നു. ആ ഉസ്താദും മഹാനായ CM വലിയുള്ളായും വേറെന്തൊക്കെയോ സംസാരിച്ചു, തിരിച്ചു പോന്നു. 3 ദിവസത്തെ ലീവ് മുത്തഅല്ലിമിന് ആഘോഷം പോലെ അനുവദിച്ചു കിട്ടിയതാണ്. ദർസിലെ കുട്ടികളൊക്കെ പറഞ്ഞു, CM വലിയുള്ള അങ്ങനെ പറഞ്ഞല്ലേ, അവരെ വാക്കൊക്കെ വലിയ വാക്ക് തന്നെ. അവര് 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 കൊല്ലമൊക്കെ ആയിരിക്കും, എന്നാലും മാറുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി അഷ്റഫ് മുസ്ലിയാരേ. പെട്ടിയൊക്കെ എടുക്കാൻ നോക്കിയപ്പോ നാട്ടുകാര് പറഞ്ഞു, നിങ്ങളിനി എന്നാ വരിക? മാറിയാൽ ഈ വഴിക്കൊക്കെ വരണേ, സമയം പിടിക്കും എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ ദർസിലെ ഉസ്താദ് പറഞ്ഞു, CM വലിയുള്ള പറഞ്ഞത് 3 ദിവസം എന്നാണ്. 4ാമത്തെ ദിവസം അന്നെ ഇവിടെ കാണട്ടോ. അതൊരു സ്നേഹത്തിന്റെ നിർബന്ധമാണ്. ഉസ്താദ് ഒന്നിനും എതിര് നിൽക്കൂല. ഏതാണ്ട് അനുവദിച്ചു കിട്ടിയ ആ ഒരു ലീവ് മാറുമെന്ന പ്രതീക്ഷ അപ്പോഴൊന്നും ആലോചനയിൽ വന്നില്ല. ആരെയാണ് ഇപ്പൊ ഏൽപ്പിച്ച്? നാട്ടിൽ പോയി 3 ദിവസം കഴിയാൻ പറഞ്ഞു. അസുഖം മാറ്റാൻ അവിടെ ആളുണ്ടെന്നു പറഞ്ഞു. ആനന്ദത്തോടെ ചുരം കയറിയപ്പോൾ, വീട്ടിൽ ചെന്നപ്പോൾ, ബാപ്പയോട് വിവരം പറഞ്ഞപ്പോൾ, ഓതാൻ പോയ മോന് അങ്ങനെ വന്നു കയറുന്നു, വീർത്തു നിറഞ്ഞ കാലുമായി. ബാപ്പാ തളർന്നിരുന്നു പോയി. ആ ബാപ്പാനോട് വിവരം പറഞ്ഞപ്പോൾ, പ്രായോഗിക ബുദ്ധിയാണ് വാപ്പ. വാപ്പ ചോദിച്ചു, മോനെ ആരുണ്ട് എന്നാ പറഞ്ഞത്? എന്തു ചെയ്യുമെന്നറിയാതെ ആ വാപ്പയും മകനും, ബാപ്പ തന്നെ പരിഹാരം പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒരാളുണ്ടോ? അതാര്? ആര് നമുക്കറിയില്ല. പിന്നുണ്ട് മോനെ, കൽപ്പറ്റ സൂപ്പി മുസ്ലിയാർ, മിനൽ മജാദീബ്, വേണ്ടത്ര വസ്ത്രങ്ങളൊന്നുമില്ലാതെ കാണപ്പെട്ട ബഹുമാനപ്പെട്ട സൂപ്പി മുസ്ലിയാർ. പണ്ട് ബാഖവിയായിരുന്നു, നല്ല മുദരിസായിരുന്നു. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. തഹജ്ജുദിൽ തുടങ്ങി ദീനിന്റെ സകല മസലകളും പറഞ്ഞ ആയത്തും സൂറത്തുമാണ്. ആ സൂറത്തിന്റെ അസ്റാറുകളിലെ കൂണ്ടിറങ്ങിയ ആണ്ടിറങ്ങിയ ആ വലിയ പണ്ഡിതന്റെ ഹാല് മാറിപ്പോയതാണ്. ആ വ്യക്തി പിന്നെ വസ്ത്രം വേണ്ടത്ര ഇല്ലാതെ കാണപ്പെട്ടത് പടച്ചവന്റെ നിശ്ചയമാണ്. സൂപ്പി മുസ്ലിയാർ വലിയ ആളാണ്. ആ സൂപ്പി മുസ്ലിയാരെ കുറിച്ച് അറിയാവുന്ന വാപ്പ പറഞ്ഞു, ഇവിടെ എങ്ങനെ ഒരാളുണ്ട്, മൂപ്പരെടുത്ത് നമ്മൾ പോയി നോക്കുക. ഞാൻ ചെന്നാൽ മൂപ്പർക്ക് ഇഷ്ടമാണ്, ലോഹ്യമാണ്. മോനെ നമുക്ക് പോയി നോക്കാം. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞതാണ്, നാട്ടിൽ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. ആ വാക്കിന്റെ അർത്ഥം വാപ്പക്കും മനസ്സിലായില്ല, മകനും മനസ്സിലായില്ല. പക്ഷേ അള്ളാഹു അങ്ങോട്ട് തട്ടിത്തിരിച്ചു വിട്ടു. ബഹുമാനപ്പെട്ട സൂപ്പി മുസ്ലിയാരെ കണ്ടു സലാം പറഞ്ഞപ്പോൾ സലാം മടക്കിയോ? ഇല്ല. വർത്തമാനമൊന്നും വേണ്ടത്ര വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, കോഴിക്കോട്ടു നിന്ന് പറഞ്ഞയച്ചതാണല്ലോ, അത് നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ, ആ അസുഖം ഇനി ഇല്ലല്ലോ. ആശ്വാസമായി വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു, അങ്ങനെ ഉറങ്ങുന്ന ആ ഉറക്കം. സുബ്ഹാന റബ്ബി, നേരം വെളുത്തപ്പോൾ ഫി അയ്യി അർജുലിഹാ, മന്ത് ഏത് കാലിലാണ് അറിയില്ല. ഏത് കാലിനായിരുന്നു മന്ത് തിരിയുന്നില്ല, മനസ്സിലാകുന്നില്ല. നിശേഷം മാറി. കാലം തഗ്നബില്ലംസ്, ഇന്നലെ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നിട്ടില്ലാത്ത പോലെ. 3 ദിവസമാണ് മോനെ ലീവ്. നാട്ടിൽ വന്നോളണം, അല്ല ദർസിൽ ചെന്നോളണം. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ, CM വലിയുള്ള പറഞ്ഞ പോലെ തന്നെ. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ഔലിയാക്കൾ, ഇതല്ലേ മഹത്തുക്കൾ. അള്ളാന്റെ റസൂലിന് ഒരാടിന്റെ കൈയൊരാൾ കൊണ്ടുവന്നു കൊടുത്തു.
രുചികരമായ പാചകം റസൂലുള്ളാഹി ആസ്വദിച്ചു കഴിച്ചു. രണ്ടാമതൊന്നുകൂടി ആവശ്യപ്പെട്ടു. അള്ളാന്റെ റസൂല് അതും ആസ്വദിച്ചു കഴിച്ചു. മൂന്നാമതൊന്നുകൂടി ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബി ചിരിച്ചു. ഒരാടിന് രണ്ടെണ്ണമേ ഉണ്ടാകൂ നബിയെ, മുൻകാലുകൾ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ നിനക്ക് പോയി. നിന്നോട് ആവശ്യപ്പെട്ടതാരാണ്? നബിയും മിനൽ അംബിയാ. നീ ആ വാക്കില് അഭയം കൊണ്ട് നീ വിശ്വാസം മുറുകെ പിടിച്ച് നിന്റെ ചട്ടിയിൽ പോയി നോക്കിയാൽ മൂന്നാമതൊരു രുചികരമായി പാചകം ചെയ്ത നല്ല ഒരു മാംസം നിനക്കവിടെ കാണാമായിരുന്നു. നീ നിന്റെ യുക്തിയെ കൂട്ടുപിടിച്ചു. പോട്ടെ, സാരമില്ല. സയ്യിദുൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ലൗ വകൽത ഇലാ ഖൗലി, എന്റെ വാക്ക് മുഖവിലക്കെടുത്തിട്ട് സുമ്മ ബഹസ്ത, നീ അത് അന്വേഷിച്ചിരുന്നു, ഫീ ഖിദരിക, നിന്റെ ആ ചട്ടിയിൽ കറിയിൽ പോയിട്ട്, ലവജത്തഹാ, നീ അതവിടെ കണ്ടേനെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി 3 ദിവസം, ആ 3 ദിവസം ആകുമ്പോഴേക്കും മോൻ ഇവിടെ വന്നോളണം എന്ന് ഉസ്താദ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ദർസ് നിയന്ത്രിക്കുന്നത് ആരാണ്? ലീവ് തീരുമാനിക്കുന്നത് ആരാണ്? മുതഅല്ലിമീങ്ങൾ. അവിടുത്തെ തർബിയത്തിലാണോ? ആ മുതഅല്ലിമീങ്ങൾക്ക് ആശ്വാസം പകരുന്നത് ആരാണ്? മഹാനായ സിഎം വലിയുല്ലാഹി റഈസു സാഹിദീൻ ഖുതുബുൽ ആലം മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ. സുബ്ഹാനല്ലാഹ്. ആ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പമാരും വല്യുപ്പമാരും ആ കാവലിൽ സന്തോഷിച്ചവരാണ്. ആ കാവൽ ഞങ്ങളെ തലമുറകളിലും നീ നിലനിർത്തി തരേണമേ തമ്പുരാനെ.